നിന്നെ ഞാനിപ്പോ സോറി സോറി സാർ. അതെ ഒന്നേ, എന്തിനാ വന്നേ? ഇനിയും 2 പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫയൽസ് ഡോക്ടർ ശ്രീദേവിക്ക് കൊടുക്ക്. എനിക്ക് ചില ഇൻകൺവീനിയൻസ് ഉണ്ട്, ഞാൻ വിളിച്ചു പറയാം. സാർ താങ്ക് യു സാർ. ശരി പൊയ്ക്കോളൂ. നിർമ്മല എന്നെ വിളിച്ചോ? ഇല്ല പൊയ്ക്കോളൂ. അതാരാ യക്ഷി? യക്ഷിയോ? പിന്നല്ലാതെ യക്ഷിയല്ലാതെ പിന്നെ ആരാ അത്? പതുക്കെ പറ. അയ്യേ കണ്ടില്ലേ കിണുക്കം. പിന്നെ കണ്ടേച്ചാലും മതി. ഒന്ന് പതുക്കെ പറ. മുമ്പിൽ നിന്നങ്ങ് ചിണുങ്ങല്ലോ. അയ്യേ അങ്ങനെ ഒന്നും ഇല്ല. എനിക്കാണെങ്കിൽ വന്നത് അങ്ങ് ചൊറിഞ്ഞു. എന്റെ തരത്തിന് ഞാൻ കണ്ണു 2 കുത്തിപ്പൊടിച്ചേനെ. പ്ലീസ് ഞാൻ ഒന്നും പറയുന്നില്ല. നാണമില്ലല്ലോ. അല്ല കാലത്തെ വരും ആടാനും തുള്ളാനും. അതെ പെണ്ണ് എന്തു അങ്ങ് സ്കോർ ചെയ്യുന്നേ? അവരെ പിടിച്ച് വിഴുങ്ങോ നീ? എന്റെ പെമ്പറ നോത്തി ഒന്ന് അടങ്ങ്. അടങ്ങുന്നേ. വേണ്ട, എനിക്കിനി എനക്ക് കൂടാ വരണ്ട. കണ്ടോത്തികളുടെ അവിടെ നിന്ന് കുഴയുന്നത് കൺമുന്നിൽ തന്നെ ഞാൻ കണ്ടേ. അല്ലേ പുതുക്കാണോ? എനിക്കൊന്നും കേക്കണ്ട. നീ ഇവിടെ ഇരുന്നേ. ഇരിക്കുന്നേ. ഇരി. അല്ലേ അടക്കം ഒതുക്കവും വേണ്ടേ? പുതുപ്പറമ്പത്തോട്ട് നാളെ കെട്ടിക്കരേണ്ട പെണ്ണ. ഞാൻ വരുന്നില്ല ഒരിടത്തോട്ടും. കെട്ടാനുമില്ല കേറാനുമില്ല. അത് ശരി, ഇനി കരച്ചിലും ഉണ്ടോ? ഇരുന്ന് ചിണുങ്ങല്ലേ? ആരെങ്കിലും കണ്ട അത് മതി. നിർമ്മല കുഞ്ഞ്, ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. ദേണ്ടേ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തുവാ അത് പറഞ്ഞു. എന്തുവായാലും മേടിച്ചു തന്നിട്ട് വരെ പണിയുള്ളൂ. വേഗം പറ. വേണ്ടത് എന്തുവാ? എന്റെ കർത്താവ്യൊന്നും തലയിൽ ഉദിക്കുന്നില്ലല്ലോ. ഞാൻ പറയാവേ, 1 മിനിറ്റ്. വേഗം പറഞ്ഞാട്ടെ. 1 മിനിറ്റ് കൊടുക്ക്. ശരി ഞാൻ പറയാവേ. ഇത് വലിയ കയ്യേക്കെട്ടാണല്ലോ, എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് ഇച്ചാൻ ഇഷ്ടമുള്ളത് മതി. എനിക്ക് എന്തുവിനാ വേറെ ഇഷ്ടം? എനിക്കിഷ്ടമുള്ളത് എന്തായാലും മതിയോ? നിർമ്മലേ, കർത്താവിനാണേ നീ പറയുന്ന സത്യമാണോ? സത്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. ഒരു പ്രാർത്ഥനയുള്ളൂ കർത്താവിനോട്. ഒത്തിരി നാള് ജീവിക്കണം എനിക്ക്. നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും അവരുടെ തലമുറയും ഒക്കെ കണ്ടിട്ടേ പോകത്തുള്ളൂ ഞാൻ ഈ ഭൂമിയിൽ നിന്ന്. അത് ശരി. അപ്പോഴേക്കും കവിത പറയാൻ തുടങ്ങി. ഈ കവിതകൾ മൊത്തം വായിച്ച ഇച്ചായൻ ഇങ്ങനെ ആവാൻ തുടങ്ങി. ദേണ്ടേ ഇച്ചായൻ തന്ന പുസ്തകം എനിക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. വട്ട് വന്ന വല്ലവരും ഇങ്ങനെ എഴുതി വെക്കോ? അത് ഞാൻ നിനക്ക് തന്നതാ. എനിക്കോ? ഇച്ചായൻ തന്നെ വെച്ചോ. അല്ല കഥാപുസ്തകമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇച്ചായ, നമുക്ക് പുറത്തെങ്ങാനും പോവാം. ക്ലാസ്സിൽ ഇരുന്ന് ബോറടിച്ചപ്പോഴാ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ തോമാച്ചായന്റെ വീട്ടിലാ. രാത്രിയായ അതിനേക്കാൾ ബോറടിയാ. ദേണ്ടേ ഇച്ചായൻ വരുന്നുണ്ടോ? ഇല്ല, ഞാനിവിടുന്ന് ബോറടിച്ച് ചത്തുപോവേ. ഇങ്ങോട്ട് വായിച്ചായാ വാ. നിനക്കായി ഞാൻ എന്താണ് തന്നു പോവുക? കത്തിക്കരിഞ്ഞ ഇലകളുടെ സൗരഭ്യവും ഞാവൽപ്പഴങ്ങളുടെ സുഗന്ധവും നിന്റെ സ്പർശനത്തിൽ തന്നെ ഉണ്ടല്ലോ.
സമുദ്രത്തിന്റെ ശരത്കാലത്തിന്റെ വേലിയേറ്റമായി, മൂടൽ മഞ്ഞിന്റെ ഋതുവായി ഭൂമി നിവർന്നു കിടന്ന് ഉച്ഛസിക്കുന്നു. ഇലകൾ മാസങ്ങളിലൂടെ പൊഴിയുന്നു. നീയോ നിന്റെ സഹിഷ്ണുതയും നിന്റെ വിക്ഷോഭവുമായി എന്നിലേക്ക് ചാഞ്ഞിരിക്കുന്നു. എനിക്ക് പേടി തോന്നുന്നു. ഒന്നോർത്ത ഒരു സമാധാനവും ഇല്ല. ചിലപ്പോ തോന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെന്ന്. നമ്മൾ അകന്നു പോയ രണ്ട് കരയിലാന്ന്. ഇന്നലെ കൊല്ലംപള്ളിയിൽ വെച്ച് അമ്മച്ചിയും ഇച്ചാന്റെ അമ്മച്ചിയും തമ്മില് വലിയ വഴക്കായിരുന്നു. ഞാൻ അറിഞ്ഞു. കാലത്തെ അമ്മാച്ചന്മാരെത്തിയിട്ടുണ്ട്. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അതോർത്തിട്ട് കാര്യമില്ലെന്നേ. നമുക്ക് നമ്മുടെ സത്യങ്ങൾ, അവർക്ക് അവരുടേത്. പറയുന്ന പോലെ കൊച്ചു കാര്യമല്ലേ ചായത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല ഇത്. എനിക്കറിയാം എൻ്റെ അപ്പച്ചനെ. അപ്പച്ചൻ അറിഞ്ഞോണ്ട് ഒരെറുമ്പിനെ പോലും കൊല്ലത്തില്ല. പിന്നല്ലയോ കേറിക്കിടക്കാൻ ഒരിടവും 3 നേരം കഴിക്കാനെ കൊണ്ട് വകയും കൊടുത്ത് നിന്റെ അപ്പന്റെ പള്ളയ്ക്ക് കത്തികേറ്റാൻ. അതറിയും നിർമ്മലെ. അത് മനസ്സിലാകാതെ എവിടെയും പോകത്തില്ല. എന്നേലും അതെല്ലാവർക്കും മനസ്സിലാവും. എന്നേലും എല്ലാരും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളുണ്ട്. തമ്പിച്ചാന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാന് അമ്മച്ചി ആനമലയിലേക്ക് പോയിരിക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും കൂട്ടല്ല. ഇത്തവണ തമ്പിച്ചാൻ സമ്മതിക്കാതെ പറ്റത്തില്ല. ഇനി അമ്മച്ചി ശ്രമിച്ചോണ്ടിരിക്കത്തില്ല. പിന്നെ അമ്മച്ചിക്ക് ഒറ്റ വിചാരേ കാണത്തുള്ളൂ, എനിക്ക് പറ്റത്തില്ല തമ്പിച്ചാനെ പോലെ അമ്മച്ചി എടുത്ത് പിടിച്ചു നിൽക്കാൻ. കുറച്ചു നാളായിട്ട് എനിക്കൊരു കൂട്ടം തോന്നുന്നുണ്ട്. തമ്പിച്ചായനെ കണ്ട് സംസാരിച്ചാലോ? അല്ല, ഒന്നുമില്ലേലും അങ്ങേർക്ക് മനസ്സിലാവും ഇതിന്റെ കിടപ്പ്. തമ്പിച്ചാനെ എനിക്ക് പേടി. തമ്പിച്ചായൻ കെട്ടി വേണ്ടാന്ന് വെക്കുന്നത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കർത്താവേ, ആരാ? ഹലോ ഹലോ, നിർമ്മല കുഞ്ഞല്ലയോ? അതെ. ദേ, എനിക്ക് വയ്യ, നിങ്ങൾ പറ. പറഞ്ഞാട്ടെന്നേ. നിർമ്മല കുഞ്ഞെ, എവിടെ നിൽക്കുക ഇപ്പോ? ഓ, ഒന്നുമില്ല. അന്നാമത്തെ തമ്പിക്കുഞ്ഞിനെ കാണാൻ പോയടുത്ത് വെച്ച് ഒരു തലയൊറ്റലുണ്ടായി. നിർമ്മല കുഞ്ഞെ, എവിടെ നിൽക്കുക ഇപ്പോ? ഓ, ഒന്നുമില്ല. അന്നാമത്തെ തമ്പിക്കുഞ്ഞിനെ കാണാൻ പോയടുത്ത് വെച്ച് ഒരു തലയൊറ്റലുണ്ടായി. കുഴപ്പമൊന്നും ഇല്ലാന്നേ, ഞാൻ സംസാരിച്ചതാ. എന്നാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയേച്ചും വരാം. ഹലോ അമ്മച്ചി.
എന്തോ എന്തു പറ്റി? ഡോക്ടർ വെയിറ്റ് ചെയ്യൂ. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സൂക്ഷിക്കണം അച്ചോ. എന്നുവെച്ചാൽ പ്രഷർ അല്പം കൂടുതലാ. പ്രായവും കൂടിക്കൂടി വരികയാന്നേ. സോ ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് സോ സേഫ്. കൂടാതെ ഷുഗറും ഉണ്ട്. അതുകൊണ്ട് പറയുക, ഒരു ചെക്കപ്പ് എപ്പോഴും അഡ്വൈസബിളാ. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് അത് സൂക്ഷിക്കണം. പിന്നെ അപ്പോ അത് ശരിക്കും പറഞ്ഞ അച്ചോ ഒന്ന് നല്ല പോലെ എക്സാം ചെയ്യണം. ഇത് മൂന്നും എഴുന്നേറ്റാൽ ഉടൻ കൊടുക്കണം. ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ടതാ. പിന്നെ ഈ ഇഞ്ചക്ഷൻ ഒരെണ്ണം വാങ്ങി വെച്ചേക്കണം. വേദന കൂടുതലുണ്ടെങ്കിൽ ഒന്നുകൂടെ കൊടുക്കേണ്ടി വരും. ശരി. ഇപ്പോ മയങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. എഴുന്നേൽക്കുമ്പോ കാലിന് അല്പം ചൂട് കൊടുക്കുന്നത് നല്ലതാ. ദാ. അപ്പോ അച്ചോ, ഞാനൊന്ന് പോയച്ചു വരാം. സെഡേഷൻ വിട്ട് എഴുന്നേൽക്കുമ്പോ മരുന്ന് കൊടുക്കാൻ മറക്കണ്ട. അല്പം സുഖമുണ്ടെന്ന് തോന്നിയാ അങ്ങ് ടൗണിൽ കൊണ്ടുപോകുന്നതാ നല്ലത്. ഇവിടെ ആവുമ്പോ എല്ലാ സൗകര്യവും കമ്മിയാണേ. അല്ല, ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. പ്രായം ഇത്ര ആയതല്ലയോ, അതാ ഒരു വിഷമം. അല്ലേ, തമ്പി ഇവിടെ ഇല്ലയോ? എവിടെ പോയിക്കുവാ? അവനെ കിഴക്കമ്പലയിലേത് കച്ചവടമായിട്ട് പോയേക്കുവാ. എന്നാ ശരിയച്ചോ, എന്തേലും വിഷമമുണ്ടേ വിളിക്കണം. ആട്ടെ.